ഉണ്ട്. പിന്നെ നമുക്ക് സഞ്ജു സാംസണിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ ഇത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരു റെസ്പോൺസിബിൾ ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ പറ്റിയൊരു സമയമായിരുന്നു, നിന്ന് കളിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റിയ സമയമായിരുന്നു. ഇന്ന് കളിച്ച് കയറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിന്റെ പേര് മുഴങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യം ഒന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് ആ നല്ലൊരു അടിപൊളി ഒരു സിക്സിലൂടെയൊക്കെ കയറിയപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു സഞ്ജു സാംസണിന്റെ ദിവസമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സാറിന്റെ ആ ബോളിൽ സഞ്ജു സാംസൺ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി 24 റൺസേ സഞ്ജു സാംസൺ എടുക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ പിന്നീടാണ് റിങ്കു സിംഗിന്റെയും അതോടൊപ്പം തന്നെ ശിവൻ ദുബെയുടെയും മികച്ച ബാറ്റിംഗ് നമ്മൾ കാണുന്നത്. ശിവൻ ദുബെയും റിങ്കു സിംഗും അടിച്ച് തകർക്കുകയായിരുന്നു. 13ാമത്തെ ഓവറിലാണെന്ന് 13ാമത്തെ ഓവറിൽ 29 റൺസാണ് നമ്മുടെ ശിവൻ ദുബെ അടിച്ചു കൂട്ടിയത്. ആ ഒരൊറ്റ ഓവറിലാണ് കളി മൊത്തം മാറി. അപ്പോഴത്തേക്കും റിങ്കു സിംഗ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. 35-39 റൺസ് എടുത്ത് റിങ്കു സിംഗ് ഔട്ടായി. പക്ഷേ ആ 13ാമത്തെ ഓവറിൽ ശിവൻ ദുബെയുടെ ഹർഷത്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രില്യന്റ് ഇന്നിംഗ്സ് ആ ഒരു ഓവറിൽ നിന്ന് തുടങ്ങിയ അടി, അതും 15 ബോളിൽ 50 എടുക്കുക ശിവൻ ദുബെ. കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മ 14 ബോളിലുള്ള കൂറ്റൻ റെക്കോർഡ് 50 എടുത്തിരുന്നു. അതോടെ നമ്മുടെ യുവരാജ് സിംഗിന്റെ റെക്കോർഡ് ഓൾമോസ്റ്റ് പൊട്ടിക്കേണ്ട രീതിയിൽ പോയി. ഇന്ന് അടുത്ത കളിയപ്പോൾ